വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻറ്റേജ് ഡ്രീംസ്. ഇന്ന് നമുക്ക് കയ്പില്ലാതെ എങ്ങനെ പാവയ്ക്കാച്ചാർ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ മണ്ണിൻ്റെ ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയോ എണ്ണയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നോൺ സ്റ്റിക്ക് പാനിലോ സാധാ സ്റ്റീലിൻ്റെ പാനിലോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇനി എണ്ണ നമുക്കൊന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രം നമ്മുടെ കടുക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കടുകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കടുക് നല്ലോണം പൊട്ടി ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഞാനിവിടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ഏകദേശം ചെറിയതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീരെ ചെറുതാവാൻ പാടില്ല. അതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. 4 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ മുളക് പൊടിയായിട്ട് എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയും സാദാ ചില്ലിയും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടിയാണ്. അതാകുമ്പോൾ നമുക്ക് എരിവും കിട്ടും, കളറും കിട്ടും. അത് നല്ലപോലെ ഒന്ന് വാട്ടി എടുക്കാവുന്നതാണ്. നല്ലോണം വാടി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് തിളച്ച ചൂടുവെള്ളമാണ് എടുക്കുന്നത്. 1 കപ്പ് തിളച്ച ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 1/2 കപ്പ് പുളിവെള്ളം എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മുന്തി നിന്നാലാണ് നല്ലത്. അതാകുമ്പോൾ നമ്മുടെ പാവയ്ക്കയുടെ കയ്പ്പൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് കായപ്പൊടി. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് പാവയ്ക്ക അരിഞ്ഞിടാം. പാവയ്ക്ക ഞാൻ അരിഞ്ഞിരിക്കുന്നത് തീരെ ചെറുതായിട്ടല്ല. ഒന്ന് ഇത് വാടിയൊക്കെ വന്നു കഴിയുമ്പോൾ പാവയ്ക്ക ചെറുതാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ തീരെ ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ പറ്റിയിട്ട് ഒന്നും കൂടി ചെറുതാകും. പിന്നെ നമുക്ക് കടിക്കാനൊന്നും കിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസിൽ അരിയാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് പറ്റാനായിട്ട് വെക്കാം. സിമ്മിലിട്ടോ ഏകദേശം ഒരു സിമ്മിനേലും കുറച്ചുകൂടി ഹൈ ഫ്ലെയിമിലേലും നടുക്കായിട്ട് ഇടാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ പാവയ്ക്കാച്ചാർ നല്ലോണം തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ 2 ടീസ്പൂണോളം വിനാഗിരി ആഡ് ചെയ്യുന്നുണ്ട്. വിനാഗിരി ആഡ് ചെയ്യണത് അച്ചാർ കേട് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നല്ലോണം ഒന്ന് കുറുകി വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അടി പിടിക്കാതെ നോക്കണം. കുറേ നേരം നമ്മൾ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളം പറ്റണതിനനുസരിച്ച്. വെള്ളം പറ്റി നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക നമ്മൾ അച്ചാർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കയ്പില്ലാത്ത അച്ചാറാണ്, പറഞ്ഞാൽ വിശ്വസിക്കില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.